സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഒരു വില്ല കാണിച്ചായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന രണ്ടാമത്തെ വില്ലയാണ്. അതിനകത്തുനിന്ന് കുറച്ച് ഡിസൈൻ സംബന്ധമായിട്ട് കുറേ വ്യത്യാസം ഈ വീടിനുള്ളത് കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമ്മളതിൽ ഉൾപ്പെടുത്തി തരാം. അപ്പം ഇതാണ്. ഇത് 3400 1550 സ്ക്വയർ ഫീറ്റുമാണ് വീട് വരുന്നത്. സെയിം ഏരിയ തന്നെ തൊട്ട് ഒരു മതിലിൻ്റെ അപ്പുറമാണ് വരുന്നത്. ഫ്രണ്ടിലും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്നോവ അല്ലെങ്കിൽ 7 സീറ്ററൊക്കെ പ്രോപ്പർ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ കാർ പോർച്ചുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിവിങ് ഏരിയ ഉണ്ട്. സീലിംഗ് കിടിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ TV വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് പണിയെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയയിൽ വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം ഇതാണ്. ഈ ഒരു സ്റ്റെയർസാണ് കൊടുക്കുന്നത്. ഇത് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആ വീടിനോട് സെയിം തന്നെയാണ്. ബട്ട് ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഇവിടെ സെൻസറിൻ്റെ ലൈറ്റ് സെൻസറാണ്. തൊട്ടാൽ ലൈറ്റ് കത്തും, കത്തില്ലെങ്കിൽ ലൈറ്റ് കത്തില്ല. പിന്നെ ചെറിയ തന്നെ വാഷിംഗ് ബേസിനുണ്ട്, ഓപ്പൺ കിച്ചണുണ്ട്. കിച്ചൺ കബോർഡ്സ് എല്ലാം പൊതുവേ പറഞ്ഞാൽ ഏകദേശം സിമിലറായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കബോർഡാണ്. ലൈറ്റ് കത്തും നോക്കില്ല, ലൈറ്റ് കത്തും. ഇതാണ് കബോർഡ്സ് വരുന്നത്. ഈ ലൈറ്റ് കത്തും ഒരു ബ്ലൂ കളറാണ്. ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് വർക്ക് ഏരിയ ആണ് വരുന്നത്. 2 ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിണർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3,400 സ്ഥലമുള്ളൂ. വീടിൻ്റെ എല്ലാ ഒട്ടും സ്ഥലം പോകാത്ത രീതിയിൽ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട്. ബേസിലി ഇതും അടുപ്പിൽ. പിന്നെ താഴത്തെ ബെഡ്റൂമാണ്, വലിയൊരു ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്റൂം വരുന്നത്. ഒരു 2 ഡോർ കബോർഡുണ്ട്, മൾട്ടിവുഡ് കബോർഡാണ്. ഒരു മാറ്റ് കളർ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു വിനയിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഫീലിംഗ് അടിപൊളിയാണ്. പിന്നെ സിറയുടെ തന്നെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചൺ ബാത്റൂമാണ്. നമുക്കിനി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടെക്സ്ചർ അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഇവിടെയൊക്കെ നമ്മൾ നടന്നു കയറുമ്പോൾ ഒരുപാട് ചെളിയാവാനുള്ള പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്താൽ ചെളി ആയാലും അറിയില്ല. പിന്നെ ഇതൊരു സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. മേളിൽ 2 പർഗോളയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേളത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിലേക്ക് നമ്മൾ വരികയാണ്. ഒരു വലിയൊരു ഹോളുണ്ട് കയറി വരുമ്പോൾ തന്നെ. ഹോളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ചെറിയ ടേബിളും ഒരു TV വെക്കാൻ പറ്റുന്ന ഏരിയ, ഒരുപാട് സ്റ്റോറേജ് സ്പേസും കൂടെ ഇല്ലേ. ഇതിലൊന്നെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കണം. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊക്കെ തുറക്കാൻ പറ്റും. ഇതാണ് മേളത്തെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ അതേ സൈസിൽ തന്നെയുള്ള ബെഡ്റൂമാണ്. താഴത്തെ അതേ കബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 2 ഡോർ കബോർഡാണ്. പിന്നെ ടോയ്ലറ്റും അത്യാവശ്യം സൈസ് ഉള്ള ടോയ്ലറ്റാണ്. സിറ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് ബെഡ്റൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ഈ വീടും 3 ബെഡ്റൂം തന്നെയാണ്. ഈ റൂമിലും ഒരു 3 ഡോറിൻ്റെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള റൂമാണ്. ഗ്രിപ്പുള്ള ടയറും സിറയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബ്രാൻഡഡ് ഫൈബർ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ താഴെ ഇരിക്കുന്ന ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവിടെ നിന്ന് കാണാം. പൊളിച്ചൊക്കെ ഇരിക്കുക വേണമെങ്കിൽ ഇവിടെ.
അപ്പോൾ ഇതാണ് ഇത് ഓപ്പൺ ടെറസ് വന്നത്. ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ഥലമുള്ള ഓപ്പൺ ടെറസാണ്. ഷീറ്റൊക്കെ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പ്രൈവറ്റ് വേണ്ടിയിട്ടെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഏസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എവർനെസ്റ്റാണ് നമ്മൾക്ക് ഇത് എന്താ പറയുക പരിചയപ്പെടുത്തി തന്നത്. അവരുടെ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട് കിട്ടാനോ വീട് വാങ്ങാനോ ഉള്ള പ്രോപ്പർട്ടീസോ ലീസിനോ റെൻറ്റിനോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് നല്ലൊരു ഡീൽ ചെയ്ത് തരും. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.